എത്തപ്പാൻ എന്നാ ഞാൻ പോട്ടെ. അല്ല, നിനക്കിപ്പോ പോണോ? നമുക്ക് ഇവിടെ തന്നെ കുളിച്ച് നേരെ ഫാക്ടറിയിലേക്ക് പോവാം. അത് വേണ്ട, ഞാൻ ക്വാർട്ടേഴ്സിൽ നേരെ ഓഫീസിലേക്ക് വന്നേക്കാം. ഞാൻ പോണേ. അല്ല, നീ കുറച്ച് അടുത്ത് പോന്നേ. ഞാനിതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് നമുക്ക് ഇവിടെ കൂടാം. അതാ നല്ലത്. യെസ് സർ. ഹലോ, മീരക്കുഞ്ഞാണോ? ഞാൻ സാറിനെ വിളിക്കാം. സാറേ, മീരന്ന് പൂനെന്ന് മീരക്കുഞ്ഞ് വിളിക്കുന്നു. പൂനെന്ന് മീരക്കുഞ്ഞ് വിളിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഹണ്ടിങ്ങിന് പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. നിന്റെ ഫേവറേറ്റ് സാധനം കിട്ടിയിട്ടുണ്ട്, മുയല്. അവിടെ എന്താ കൊതിച്ചോ? പാഴ്സൽ അയക്കാനോ? ഫ്രൈ ചെയ്ത് പാഴ്സൽ അയച്ചാലേ അവിടെ എത്തുമ്പോഴേക്കും മുയലിന് കാട്ടുമാക്കാന്റെ ടേസ്റ്റ് ആയിരിക്കും. എക്സാം കഴിഞ്ഞോ? എങ്ങനെയുണ്ട്? രക്ഷോടോ? നാളെയോ? സർപ്രൈസ്. മോർണിംഗ് ഫ്ലൈറ്റ് നോ? ഇസ് ഇറ്റ്? ഐ വിൽ കം ടു ദ എയർപോർട്ട്. ഓക്കെ. ഇതിന് സാൾട്ട് അല്പം കൂടുതലാണല്ലോ. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. എടാ, നീ എല്ലാം കൂടി എന്റെ സാറിന് കിഡ്നി ട്രബിളും ഡയബറ്റീസും ഒക്കെ വരുത്തി വെച്ച് ഷെഡിക്കേറ്റ് ഇരുത്താനുള്ള പരിപാടിയാണോടാ? പോ. സാർ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. സിറ്റ് ഡൗൺ സർ. എന്താണോ ഇതൊക്കെ? ഇടിയപ്പം, പട്ടാണിക്കറി, ഇഡ്ഡലി, ചമ്മന്തി, അപ്പം, എഗ് കറി, ഗ്രീൻ പീസ് മസാല, ബ്രെഡ് ബട്ടർ ജാം, ബുൾസൈ, ഗീ, ഗ്രേപ്സ്, ഫ്രൂട്ട്സ്, കാഫ, ഫളം. ഈ ഐറ്റംസ് ഒന്നും പോരെങ്കിൽ ഇനി പുട്ട്കടല ഐറ്റംസ് ഉണ്ട്. അറിയോ, ഒരു മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണമാണോ ഇത്? തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയും ഐറ്റംസ് ഒന്നും വേണ്ടെന്ന്? സാർ, ഇത്രയും ജോലിക്കാരും ഇവിടെ ഉള്ളപ്പോ അവരെ കൊണ്ട് എന്തെങ്കിലും പണി ചെയ്യിക്കണ്ടെന്ന് അറിയാവോ അല്ലേ? അത് മാത്രമല്ല സാർ, ഇത്രയും വലിയ ബംഗ്ലാവിൽ ഇത്രയും ഐറ്റംസ് ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിന് മോശമാകുമല്ലോ എന്ന് കരുതിയ. തന്റെ ഒരു സ്റ്റാറ്റസും ഐറ്റംസും. മദ്രാസിൽ ഏതോ ഹോട്ടലിൽ സപ്ലർ ആയിട്ട് വന്ന തന്നെയൊക്കെ പിടിച്ച് വീട്ടിൽ നിർത്തി എന്നെ വേണം തൊഴിക്കാൻ. സർ, നോക്കി നിൽക്കാൻ വല്ലയിടത്ത് വളർന്നോ? ഏത് ഐറ്റംസ് സർ? ഐഡിയ എനി സൈഡ് ഡിഷ്? ഇവിടെ നാപ്കിൻ ഒന്നുമില്ലോ തുറക്കാൻ? നാപ്കിൻ ഉണ്ട് സാർ. ജെയിംസ്, ലഞ്ചിന് വേണ്ട ഐറ്റംസ്. മനുഷ്യർക്ക് വായിൽ വെച്ച് തിന്നാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ഇനി പ്രാൺ ഐറ്റംസ്. ഇനി ഈ ഐറ്റംസ് പറഞ്ഞു വന്നാലുണ്ടല്ലോ തന്നെ ഇടിച്ചു പിടിഞ്ഞ് തന്റെ പ്രാണം ഞാൻ എടുക്കും. പോണോ? എന്താണോ ഇഷ്ടപ്പാനെ, പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? കോസിന് ഐറ്റംസ് ഒക്കെ തിന്ന് പന്നിക്കുട്ടിയൊപ്പം ഇരിക്കുന്നതായിട്ടില്ലേ? രാവിലെ നമുക്ക് ടൂർ വന്നു. 10 വർഷമായി ഇവിടെ വന്നിട്ട്.
മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ബോംബെയിൽ നിന്ന് വിളിച്ചിരുന്നു. 10th കോൺഫറൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മിസ്റ്റർ മാണിക്യം വന്നിരുന്നു. നാളെ ഓഡിറ്റേഴ്സ് വരുമെന്ന് പറഞ്ഞു. മിസ്റ്റർ അനിൽ, സർ. 7th ജപ്പാനിൽ നിന്ന് ഡെലിഗേറ്റ്സ് വരും. മലബാർ ഹോട്ടലിൽ വിളിച്ചിട്ട് 5 മുറി ബുക്ക് ചെയ്യണം. ശരി സർ. ലാൽ, നീ ഇങ്ങോട്ട് വന്നേ. എന്താണ് സാർ? നാളെ മീര വരുന്നുണ്ട്, മോർണിംഗ് ഫ്ലൈറ്റിൽ. അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലേ? കോഴ്സൊക്കെ കഴിഞ്ഞു. ഒരു കാര്യമില്ലാത്ത കാര്യമാണെന്നേ. സിനിമാറ്റോഗ്രാഫി പഠിക്കണമെന്ന് അവളുടെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. അവളുടെ ആഗ്രഹമല്ലേ നടക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു. അല്ലാതെ സിനിമാറ്റോഗ്രാഫി പഠിച്ചിട്ട് നമുക്ക് കിട്ടാൻ. നീ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, അവള് ക്യാമറ വുമണും, നീ ഡയറക്ടറും. അവൾക്ക് പറ്റിയ ഡയറക്ടറൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടാ. അമേരിക്കയിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫൈനൽ ഇയർ, പേര് ഹരിദാസ്. 1 വർഷം കൂടെ കഴിഞ്ഞാൽ കക്ഷി ഇവിടെ പറന്നെത്തും. എന്നിട്ട് വേണം എനിക്ക് അവളെ പിടിച്ച് അവനെ ഏൽപ്പിക്കാൻ. പിന്നെ അവർ തമ്മിൽ ആയിക്കോട്ടെ അഭിനയമോ ക്യാമറയോ പ്രൊഡക്ഷനോ. അത് കൊള്ളാം. കഴിയുന്നുമ്പേ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞു വിടുന്നതാ നല്ലത്. ഈ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? നന്നായി എഴുതിയിട്ടുണ്ട്. എത്ര നന്നായിട്ട് എഴുതിയാലും ക്യാമറയുടെ ആംഗിളോ ലെൻസോ വല്ലതൊക്കെ നമുക്ക് തിരിച്ചറിയാവോ? क्या मजाक करते हैं? यहाँ के सिनेमा कैमरा वालों से मैं अच्छी जानती हूँ. അച്ഛാ അച്ഛാ, നിന്നെ ക്യാമറ വുമൺ ആക്കണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പടം പിടിക്കണം. അല്ലേ? അതുപോലെ വേണ്ടി വരുമോ? कैसे हो? क्या है समाचार? अरे ऐसे क्यों देख रहे हो? चलो लगेज सब उठाओ. മലയാളം പോലും ശരിക്ക് പറയാൻ അറിയാൻ പാടാത്തതിനോടാണ് നീ ഹിന്ദി സംസാരിക്കുന്നത്. കാറിന്റെ ഡിക്കിയിലുള്ള ലഗേജ് എല്ലാം എടുത്ത് മുറിയിൽ വെക്കാനാണ് അവള് പറഞ്ഞത്. മനസ്സിലായോ? அப்படியா? சரி, நான் எடுத்து வைக்கிறேன். ഈ ഐറ്റം താൻ കൊണ്ടുവന്നാ മതി. താനും തുടങ്ങിയ വടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ആരും ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്യുന്നില്ല. കുടിക്കാൻ എന്താ ഉള്ളേ? എന്നെ കുഞ്ഞ് എസ്തു എന്ന് വിളിക്കുമ്പോ ക്രിസ്തു എന്ന് വിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ എസ്തപ്പാൻ എന്ന് വിളിച്ചാ മതി. ഞാൻ എസ്തുനെ വിളിക്കും. എനിക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടം. ഷോർട്ട് നെയിം. കുഞ്ഞിന്റെ ഇഷ്ടം. കുഞ്ഞിന് കുടിക്കാൻ എന്ത് ഐറ്റംസാ വേണ്ടത്? സ്കോച്ച്, വിസ്കി, ബ്രാൻഡി, ബിയർ, ജിൻ, വൈൻ, വോഡ്ക? എടോ, ഞാൻ ചേട്ടനല്ല, ചേട്ടന്റെ അനിയത്തിയാണ്. അറിയാം. വലിയ വലിയ വീട്ടിലെ പെൺകുട്ടികൾ ഈ ഐറ്റംസ് ഒക്കെ കഴിച്ചില്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിൽ കുറവാണ്. ഐ മീൻ, താൻ വാച അടിക്കാതെ വല്ല കൂൾ ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ പറ. ഓറഞ്ച്, ലെമൺ, ഗ്രേപ്പ്, ബദാം, പൈനാപ്പിൾ, ആപ്പിൾ. കുഞ്ഞിന് ഏത് ഐറ്റംസാ വേണ്ടത്? താൻ പോയി ഒരു ആപ്പിൾ ജ്യൂസ് കൊണ്ടുവാ. By the way, mixie not working, no current today. Items late. 7 minutes, please.
എന്താണ് അത്തപ്പം പറയുന്നത്? ഒന്നും പറയണ്ട. എന്ത് പറ്റി? ഞാൻ കുടിക്കാൻ വല്ലതും ഉണ്ടോ ചോദിച്ചപ്പോ സ്കോച്ചിന്റെ കാര്യമാണ് പറയുന്നത്. ചേട്ടൻ ഇപ്പൊ മുടങ്ങാതെ കുടിക്കുന്നുണ്ടാവും. അതിന്റെ ഓർമ്മയാണ് അയാൾക്ക്. ഞാൻ വല്ലപ്പോഴും കമ്പനി സേക്കിന് വേണ്ടി ഒരു സ്മാള് അത്ര സ്മോളിൽ തുടങ്ങി ഒരു ബോട്ടിൽ കുടിക്കല്ലേ? ലാലുവേട്ടനും ഉണ്ടാവും കമ്പനിക്ക്. പിന്നത്തെ കാര്യമൊന്നും പറയാനില്ലല്ലോ. ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആരും ഇല്ലാഞ്ഞിട്ടാ. ഇനി ഞാൻ കാണിച്ചു തരാം. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ദേ കുടിക്കുന്ന കാര്യം ചോദിക്കുമ്പോ മറിക്കാൻ നോക്കണ്ട. ഇനി ഞാനിവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാവേ. അങ്ങനെ വഴിക്ക് വാ. ഞാൻ ഫാക്ടറിയിലേക്ക് പോവാ. നീ വരുന്നോ? ഇൻസ്പെക്ടർ ഞാൻ വരുന്നുണ്ട്. കറപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടാ ഞാൻ പ്രിയക്കൊന്ന് ഫോൺ ചെയ്തിട്ട് ഞാൻ അവളും കൂടെ ഓഫീസിലേക്ക് ഒന്നിച്ച് വന്നേക്കാം. ശരി. ചേട്ടൻ പ്രിയെ കാണാറുണ്ടോ? എനിക്ക് വേറെ ജോലിയില്ലേ? ജ്യൂസ്. ഹലോ. മംഗലാശമനോൻ ഇവിടെ. അങ്കിൾ ഞാനാണ് മീര. പ്രിയ ഉണ്ടോ അവിടെ? അവള് കുളിച്ചോണ്ടിരിക്ക. ഇപ്പൊ വരും. മോളെ എപ്പോ വന്ന്? ഞാനിന്ന് മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. വിമാനത്തിലോ? എത്ര രൂപയോ മോളെ കൂലി? 900 രൂപയോ? വല്ല ബസ്സിലോ മറ്റോ വന്നിരുന്നെങ്കിൽ 10-75 രൂപയ്ക്ക് പൂനായി നാട്ടിലെത്തത്തില്ലായിരുന്നോ? ബാക്കി കാശ് വല്ല കൊള്ളാവുന്ന ബ്ലേഡ് കമ്പനി ഇട്ടിരുന്നെങ്കിൽ 30-31% പലിശ കിട്ടത്തില്ലായിരുന്നോ? അങ്കിൾ എപ്പോഴും ബാങ്കിൽ പണം ഇട്ട് പലിശ വാങ്ങണം എന്നുള്ള വിചാരമേ ഉള്ളൂ. അത് കൊള്ളാം. വിവരമുള്ളവർക്കും ബുദ്ധിമാന്മാർക്കും മാത്രമേ പലിശക്കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ മോളെ. നീ കൊച്ചല്ലേ, ഇതും ഇതുപോലെ പലതും നിനക്ക് ഇപ്പൊ മനസ്സിലാകില്ല. അത് വരുന്നുണ്ട്, അവിടെ കൊടുക്കാം. ആരാച്ചാ? മീര. മീരയോ? ഹലോ മീര. ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. ഞാനേ ഹലോ ഹലോ. എന്ത് പറ്റി മോളെ? ഡിസ്കണക്ട് ആയി. മോളെ മോളെ മീരയെ വിളിക്കണോ? അതെ. എന്തിനാ മോളെ അവൾ ഇങ്ങോട്ട് വിളിക്കും? വെറുതെ 75 പൈസ കളയണോ? ഞാൻ തന്നേക്ക് 75 പൈസ. അച്ഛന്റെ ഒരു പിശുക്ക്. നീ തന്നാലും നിന്റെ അമ്മ തന്നാലും എന്റെ പോക്കറ്റിൽ നിന്നാ ചോരുന്നത്. നിങ്ങൾ എന്തിനാ എന്റെ അമ്മയ്ക്ക് പറയുന്നത്? സാവിത്രി അമ്മ കേൾക്കാതെ ഓരോന്ന് പറഞ്ഞ് ഉടക്കാൻ വരരുത്. ഞാൻ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞില്ല. എവിടെ അമ്മയ്ക്കാ പറഞ്ഞത്? ആർക്കാ മോളെ ഫോൺ ചെയ്യുന്നത്? മേരിക്കോ മമ്മി? കട്ടായി പാടി. നീ എപ്പോ തന്നെ അങ്ങ് വന്നേക്കാം. നീ അങ്ങ് പൊയ്ക്കളരുതേ. ഓക്കെ. രാവിലെ 75 പൈസ. നിങ്ങൾക്ക് എപ്പോ നോക്കിയാൽ ഈ പലിശയുടെയും പൈസയുടെയും കണക്ക് മാത്രമേ ഉള്ളൂ. അതേടി അതെ. ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചുണ്ടാക്കുന്നതുകൊണ്ടാ തള്ളയും മോളും മുതുകു തുറന്ന ബ്ലൗസും സാരിയൊക്കെ കൊടുത്തു നടക്കുന്നത്. അല്ലോ നിങ്ങളെ പോലെ ഈ കച്ചത്തോട് തുറന്നുകൊണ്ട് ഞങ്ങൾ കിടക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ക്ലബിനെ പറ്റും പോകേണ്ടതാ. അവിടെ ഒരു ക്ലബ്ബ്. എടി ഈ വേഷം കിട്ടുന്ന കാശൊക്കെ വല്ല പ്രൈവറ്റ് ബാങ്കിൽ വിട്ടാ നല്ല 1-ാം തരം പലിശ കിട്ടും. ഇന്ന് ഒരു കൂട്ടർ 32%, വേറൊരു കൂട്ടർ 36% പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. നിനക്കറിയാവോ? അതെങ്ങനെ അറിയാനാ? അക്ഷരം അറിയാമെങ്കിലേ പത്രം വായിക്കാൻ പറ്റൂ. എന്തിനാ മനുഷ്യ? ആകെ കൂടി ഒരു മോളല്ലേ ഉള്ളൂ. ഇങ്ങനെ തിന്നാതെ കുടിക്കാതെ ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കാനാ? ഉണ്ടാക്കിയ കാശൊക്കെ മകൾക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കുമെന്നായിരിക്കും വിചാരം. എന്റെ മോള് കൊള്ളാവുന്ന ഒരുത്തിനെ ഒപ്പിച്ചെടുത്താ അവക്കൊള്ളാം. അല്ലാതെ സ്ത്രീധനം കൊടുത്ത് പങ്കജാക്ഷമേനോ കെട്ടിക്കൊന്ന് വിചാരിക്കണ്ട. മോളെങ്ങനാ പോകുന്നത്? നമ്മുടെ കാർ എടുത്തോണ്ട്. എന്തിനാ മോളെ ആ മീരെ കൊച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞാ പോരായിരുന്നോ? വെറുതെ നമ്മുടെ കാറോട് ചെന്തിനാ പെട്രോൾ കത്തിക്കുന്നത്? എന്താടി പൂനെയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ഫോണൊന്നും ചെയ്തൂടായിരുന്നു? ഞാൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞിരുന്നല്ലോ നിന്നോട് പറയാനായിട്ട്. നല്ല പാർട്ടിയോടെ നീ ഫോൺ വിളിച്ച് പറയാൻ പറഞ്ഞത്. വല്ലപ്പോഴും കണ്ടാ കൂടെ ഒന്ന് നോക്കാത്ത ആളാ. എന്താ ചേട്ടൻ നിന്നെ കണ്ടാ മിണ്ടാറില്ലേ? മിണ്ടും. എവിടെയും വെച്ച് കണ്ടാ തന്നെ എപ്പോഴുള്ള റെഡിമെയ്ഡ് ചിരിയങ്ങ് പാസ്സാക്കും. അത്ര തന്നെ. ചുമ്മാ കയറി ഹെഡിനോടി. ഒരു പെണ്ണ് വിചാരിച്ചാ ഇല്ലാത്ത ആണുണ്ടോ? ഇനിയിപ്പൊ ഞാനുണ്ടല്ലോ, എല്ലാം ശരിയാക്കി തരാം.
ഇരി. ഒന്ന് വിടണേ. നിന്റെ ശൈലി ഇപ്പോഴും മാറിയിട്ടില്ലല്ലോടി. നിന്റെ ആ പ്രകൃതത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. വല്ലാത്തൊരു സാധനം തന്നെ. എന്റെ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഒന്ന് പോടി. ആ പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? ഓ എന്ത് വിശേഷം? അല്ല നിന്റെ മൂത്രേന്റെ പിശുക്ക് ഇപ്പോഴും കണ്ടിന്യൂ ഫോൺ കോളിന് 75 1 രൂപ ആക്കിയോ? മതി വാരിയത്. ആ പിന്നെ എന്തൊക്കെയുണ്ട് പൂനെയിലെ വിശേഷങ്ങൾ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാൻ കൊള്ളുന്ന ആമ്പിള്ളേരും ഉണ്ടായിരുന്നോടി? ഹേയ് പൂനെയില് വരണ്ട ക്ലൈമറ്റ് പോലെ തന്നെയാ അവിടുത്തെ ആമ്പിള്ളേരും. ഫൈനൽ ഇയറിൽ എന്റെ റൂംമേറ്റ് നീതു സിംഗ് ആണെങ്കിൽ ഭയങ്കര ബോറിംഗ് പാർട്ടി. ഒരു ഫൈറ്റ് ആൻഡ് സാധനം. തിന്നുക, പഠിക്കുക, ഉറങ്ങുക, നോ അതർ ആക്ടിവിറ്റീസ്. പിന്നെ അല്പം റിലീഫ് ഉണ്ടായിരുന്നത് ഒരു ബാംഗ്ലൂർക്കാർ രാമേശ്വരി ആയിരുന്നു. അവള് നല്ല ജോക്ക് അടിക്കും. എടി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോളേജ് ഹോസ്റ്റൽ ലൈഫ് പോലെ അവിടെ ഒരു ത്രില്ലിംഗും ഇല്ലടി. ആ പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സിനെ വല്ലവരും കാണാറുണ്ടോ? ഇല്ല. ആ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് സിനിമ കഴിഞ്ഞ് വന്നപ്പോ വാച്ചർ അസീസ് നമ്മളെ പിടിച്ച് വരട്ടിയത്? പിന്നെ പലിശ നിരക്കൊന്നും കാണാനില്ലല്ലോ. 2% അധിക പലിശ എല്ലാ നിക്ഷേപങ്ങൾക്കും ജൂൺ 20 വരെ 26%, 28%, 30%, 32%. അല്ല ഇതാരും മീരമോളാ? ഇങ്ങോട്ടൊക്കെ വരാൻ വഴി അറിയോ മോക്ക്? അങ്കിൾ പ്രിയ എവിടെ? അവളകത്തുണ്ട്. ഇതെന്ത് കുന്തനാണ്ടാ മോനെ? വീഡിയോ ക്യാമറ ഫോട്ടോ എടുക്കുന്ന? അതെ. എന്നാ വരെ വരും? 25,000 രൂപ വരും. ഓ ഫോട്ടോ എടുക്കുന്ന കിറ്റ്ലോക്കിന്റെ വിലയെ 25,000 രൂപ. 25,000 രൂപ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ടാലേ 32% പലിശ കിട്ടും. ഇത് കണ്ടാ? ആന്റി എവിടെ അങ്കിൾ? ആന്റി ഹായ് ആന്റി. ആ മീരയോ? മോള് വന്നെന്ന് പ്രിയ പറഞ്ഞു. ഇന്ന് ഏതായാലും മോള് വന്നത് നന്നായി. ഇന്നെന്താ വിശേഷം? ഇന്നൊരു കൂട്ടർ പ്രിയെ കാണാൻ വരുന്നുണ്ട്. ചെറുക്കൻ ഡോക്ടറാ. നേരാണോ ആന്റി? എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ആ ബ്രോക്കർ നാരായണൻ വന്ന് പറഞ്ഞത് ഇന്ന് അവർ ഇവളെ കാണാൻ വരുമെന്ന്. നല്ല കാര്യമാ മോളെ. ആ മോളെ ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. കാര്യമൊക്കെ നല്ലതാ. പക്ഷെ നാട്ടിലെങ്ങും ഇല്ലാത്ത വിലയാ ചോദിക്കുന്നത്. വിലയോ? ആ സ്ത്രീധനം 2 ലക്ഷം രൂപയെ. പ്രിയ പ്രിയ ഞാനിവിടെ നിന്ന് മരത്തേന്ന് കുലിക്കെടുക്കാനെന്നാ വരുന്നവന്റെ ഒക്കെ വിചാരം. രാപകൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വല്ലവനും കൊണ്ട് കൊടുത്താലേ അവസാനം ഞാനിവിടെ ചോദ്യം ഒത്തേണ്ടി വരും. ഓവേ ഡോക്ടർ സ്വപ്നം കണ്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഒന്ന് പോടി. അപ്പഴേ ഡോക്ടർ എന്ന് കേട്ടപ്പോ നമ്മുടെ ചേട്ടന് തഴഞ്ഞോ? നിനക്ക് തമാശയാ. എനിക്ക് ഡോക്ടറും വേണ്ട, ആരും വേണ്ട, ആരെയും. ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല. അമ്മയുടെ നിർബന്ധം കൊണ്ടാ. നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനെന്ത് ചെയ്യണം? പറഞ്ഞു. ആ ഡോക്ടർ എന്നെ കണ്ടിട്ടുണ്ട്. അയാൾക്കെന്നെ വലിയ കമ്പമാ. നീ ഈ പ്രപ്പോസൽ ഒന്ന് കലക്കി തരണം. ആ കാര്യം ഞാൻ ഏറ്റു. അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്ന് വെച്ച് കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല. ആ പക്ഷെ ഒരു കാര്യം, നീ കുറച്ചുകൂടി ആക്റ്റീവ് ആണ്. ചേട്ടനെ തനിച്ച് കാണുമ്പോ നീ കയറി ഹെഡ് ചെയ്യണം. അങ്ങനെ എളുപ്പത്തിൽ വീഴുന്നതാണെന്നല്ല എന്റെ ചേട്ടനെന്ന് നിനക്കറിയാമല്ലോ. ആ പിന്നെ നിന്റെ പാസിംഗ് പോലെ ഇരിക്കും ബോർഡ് പോസിറ്റീവ് വീഴുന്നത്. എന്താ ബോളിങ് വന്നേ? ഞാനോ? ആ എന്തിനാടി? അങ്കിൾ എന്തിനാ വിളിച്ചത്? അങ്കിൾ ഒരു കാര്യം പറഞ്ഞ മോൾ അനുസരിക്കുവോ? എന്താ അങ്കിൾ? പ്രിയയുടെ ഈ ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യം മോളൊന്ന് കലക്കി തരണം. അവിടെ തള്ള പറയും 2 ലക്ഷം കൊടു, 3 ലക്ഷം കൊടുന്നൊക്കെ. അവിടെ തള്ള ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ 5000 തൂമ്പേ 3 പവനുമായി എനിക്ക് തന്നത്. പിന്നെ പ്രിയയ്ക്ക് വേണ്ടി ഞാനൊരു 25,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒതുങ്ങുന്ന കാര്യമാണെങ്കിൽ ഞാൻ നടത്തി കൊടുക്കാം. ഇതതാണോ 2 ലക്ഷം രൂപയായി? ആ പിന്നെ എന്റെ മോടെ കല്യാണക്കാരി ഞാനാ കലക്കിയെന്ന് അവിടെ തള്ളെ അറിയാൻ ഇടവരരുത്. ആ മോള് വയ്ക്കൂ.
വല്ല ആമ്പിള്ളേരുമായിരുന്ന ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ ഇങ്ങോട്ട് ഒഴിയാനെ. പ്രസവിക്കാൻ ലേബർ റൂമിൽ കയറിയപ്പോ പ്രത്യേകം ഞാൻ പറഞ്ഞ പെങ്കൊച്ചിനെ കൊണ്ട് വരരുത്. അന്ന് അവളത് കേട്ടില്ല. ഇപ്പൊ പറയുന്നു ലക്ഷം കൊടുക്കും. ഓവേ ചേട്ടന്റെ ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. ഇതൊക്കെ പഴഞ്ചനാ. ഞാൻ പുതിയ സ്റ്റൈൽ ചെയ്തു തരാം. നിന്റെ പൂന സ്റ്റൈലായിരിക്കും. ആ ചീപ്പി തന്നെ നേരെ ഇരിക്കും. വേണം, നീ എന്നെ മുടിയൊക്കെ ചീത്തയാക്കും. ചേട്ടൻ അടങ്ങിയിരിക്കും. വേണ്ടേ? എങ്ങനെ ജീവിട്ട് ശരിയാവുന്നില്ല. ശരിക്കും ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു വാലിന്റെ കുറവേ ഉള്ളൂ. എനിക്ക് വേറെ ജോലിയുണ്ട്. അയ്യോ, ഒരു നരച്ചമുടി. ആ ബുദ്ധിയുള്ളവന്റെ മുടിയൊക്കെ നരയ്ക്കും. അല്ല നിന്നെ പോലെ. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതി. തലമുടി ചീ തരാനും നരച്ചമുടി ഡൈ തരാനും ഒരു പെണ്ണിനെ കെട്ടിയാ വല്ല പാടുണ്ടോ? നിനക്കൊരു ബിസിനസ് മൈൻഡ് ഇല്ലല്ലോ. ഇതൊക്കെ ചെയ്യാൻ ഒരു പെണ്ണ് കിട്ടണോ? ശമ്പളത്തിന് ഒരു പെണ്ണിനെ നിർത്തിയാ പോരെ? അതല്ലേ നമുക്ക് ലാഭം. അങ്ങനൊന്നും ലാഭിക്കണ്ട. ഇതിനൊക്കെ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടന്റെ സമ്മതം കിട്ടിയാൽ മാത്രം മതി. ചേട്ടൻ എന്താ ആരാന്ന് ചോദിക്കാത്തെ? നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ എന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിക്കൂ. ഇനി എപ്പോഴാ മൂക്കി പല്ല് വന്നിട്ടോ? ആ ഉറങ്ങിയില്ലേ? എനിക്ക് അവിടെ കിടക്കാൻ പേടിയാവുന്നു. ഞാൻ ചേട്ടന്റെ കൂടെ കിടന്നോളാം. പേടിയോ? അപ്പൊ നീ ഹോസ്റ്റലിൽ എന്ത് ചെയ്യായിരുന്നു? ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരു മുറിയിൽ രണ്ടുപേരായിരുന്നു. ഒറ്റയ്ക്ക് കിടന്ന് പഠിക്കണം, അല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ. ഞാൻ ചേട്ടന്റെ കൊച്ചുകുട്ടിയല്ലേ? കിടന്നോ. ഇത്ര അടുത്ത് കിടന്നാൽ എങ്ങനെ? എനിക്ക് കിടക്കണ്ടേ? കുറച്ചങ്ങോട്ട് നീ കിടക്ക്. മതിയോ? എന്താ മീര ഇത്? ലൈറ്റ് ഓൺ ചെയ്തേ. ചേട്ടൻ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വായിച്ചോണ്ടിരുന്ന എനിക്ക് ഉറക്കം വരത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? മര്യാദ കിടന്നാലേ ഞാൻ അപ്പുറത്തോണ്ട് കിടത്തും. ലൈറ്റ് ഓൺ ചെയ്തേ.
നിനക്കായി ഒരു ഗീതകം അതിലെ മനസ്സിൻ നിറമേളനം ശീതാംശുവായി നീ ചിരിത്തൂകി നിൽക്കേ നീഹാരമായി നീ കുളിർ വീശി നിൽക്കേ പൂക്കുന്നു എന്നും എൻ ജീവിതം അനുജേ നിനക്കായി ഒരു ഗീതകം അതിലെ മനസ്സിൻ നിറമേളനം ശൈശവം വിരിച്ച കാലങ്ങൾ മുന്നിൽ തെളിയുന്ന നേരം ചിറകാർന്ന നേരം ശൈശവം വിരിച്ച കാലങ്ങൾ മുന്നിൽ തെളിയുന്ന നേരം ചിറകാർന്ന നേരം വർണ്ണങ്ങൾ ചൂടി വർണ്ണങ്ങൾ ചൂടി വിടരുന്നൊരോർമ്മയിൽ അറിയാതെ വീണ്ടും ഒഴുകുന്നു ഞാനൊരു താരാട്ടുപാട്ടിന്റെ താളത്തിൽ അനുജേ നിനക്കായി ഒരു ഗീതകം അതിലെ മനസ്സിൻ നിറമേളനം ചിന്തയിൽ കസവിട്ടു നാളത്തെ നാളുകൾ അണയുന്ന നേരം അഴകാർന്ന നേരം ചിന്തയിൽ കസവിട്ടു നാളത്തെ നാളുകൾ അണയുന്ന നേരം അഴകാർന്ന നേരം നന്മതൻ കൈകൾ മലർ പെയ്യും വീതിയിൽ അജ്ഞാതയാനം തുടരുന്നു ഞാനൊരു മിന്നും പ്രതീക്ഷതൻ ലോകത്തിൽ അനുജേ നിനക്കായി ഒരു ഗീതകം നിന്നെ കാണാതായപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയത്. അതെങ്ങനെയാ? കാറും എടുത്തോണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോ അച്ഛന്റെ സ്ഥിരം പല്ലവി തുടങ്ങും. പെട്രോളിന്റെ കണക്ക് കുറച്ചിട്ട്. എടോ താനിങ്ങി വന്നേ. താമ്പ ഒരു ഐടെക്സ് വാങ്ങിച്ചിട്ടോ. ഐടെക്സ് വെച്ചാൽ എന്താണെന്ന് അറിയോ? കൺമഷി. ദേ ഒരിടത്ത് വാങ്ങിച്ചോ. നമ്മുടെ ജീപ്പ് എടുത്തോണ്ട് വെച്ചോ. വേഗം വരണേട്ടാ. നീ വാ. നിനക്ക് യാതൊരു മാനസും ഇല്ല. എന്താടി ഡ്രൈവർ ആണെങ്കിൽ എടാ പോടാന്നൊക്കെ വിളിക്കാൻ കൊള്ളാവോ? ഇവരോടൊക്കെ ഇങ്ങനെ വേണം പെരുമാറാൻ. ഇല്ല തല കയറും. ഒരു സ്വഭാവം. ആ നാളെ ഞാനും ചേട്ടനും കൂടി ഷിക്കാറിനൊരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. കൂടെ നീയും വരണം. രാത്രിയിലോ? രാത്രിയിലല്ലേ പകല്. നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനില്ല, നിങ്ങൾ പോയാ മതി. നിനക്ക് ചേട്ടനോട് പ്രേമമുണ്ട് എന്നാ ചേട്ടൻ മുമ്പിലോട്ട് വരികയില്ല. ദേ വേണേ ഞാൻ പറയണ പോലെ അങ്ങ് കേട്ടേച്ചാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ബ്രോക്കർ ജോലിക്ക് എനിക്ക് 10% കമ്മീഷൻ തരണം. ഒന്ന് പോടി വന്നു. സാർ ഐറ്റംസ് കൊണ്ടുവരട്ടെ? ചിക്കൻ അല മസ്ക, ഇനി വല്ല ഐറ്റംസും വേണോ? ഒരു ഐറ്റംസും വേണ്ട. വല്ല വാട്ട് ഐറ്റംസോ ഡക്ക് ഐറ്റംസോ? വേണ്ട, സ്റ്റീരിയോയും വേണ്ട. താനൊന്ന് പോയട്ടെ. ഡ്രൈവറോടൊന്ന് വരാൻ പറഞ്ഞു. ബേബിയേ, നിന്നെ സാറ് വിളിക്കുന്നു.
എന്താ സാർ? നീ ഊണ് കഴിച്ചോ? കഴിച്ചു. എന്നാ പോയി കിടന്ന് ഉറങ്ങും. അവനെ നാളെ രാവിലെ ഹണ്ടിങ്ങിന് പോകാനുള്ളതാ. ആ ജീപ്പ് കണ്ടീഷൻ ആണല്ലോ? അതെ. ആ, രാവിലെ ആരാണ് ഹണ്ടിങ്ങിന് പോകുന്നത്? നോട്ട് ഫോർ ഹണ്ടിങ്. മീരയ്ക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഒരു മിനി പിക്നിക്. നീ വരുന്നോ? അപ്പൊ ഇൻകം ടാക്സിന്റെ കാര്യത്തിന് ആര് പോകും? ഓ, ഞാനതങ്ങ് മറന്നുപോയി. അല്ല, കുറെ നേരമായാലേ തുടങ്ങിയിട്ട് നിർത്താറായില്ലേ? എനിക്ക് ഉറക്കം വരുന്നു. നീ പോയി ഇറങ്ങിക്കോ. അത് പറ്റില്ല, ചേട്ടനും വരണം. ഞാൻ വന്നേക്കാം, നീ പോയിക്കോ. ദേ, ഈയിടെയായിട്ട് കുറെ കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാലേ ഞാനും ഒരു ദിവസം അടിച്ച് ഫിറ്റ് ആയിട്ട് കയറി വരും. ആഴ്ചന്റെ സിൽവർ ആളുകളെയും. ലാലേട്ടാ, ചേട്ടന് നേരെയാക്കണമെങ്കിൽ ചേട്ടനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്ന ലക്ഷണമില്ല. ഞാൻ പറയാഞ്ഞിട്ടാണോ? കേക്കണ്ടേ? അല്ലടേ? പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടനൊന്ന് സമ്മതം മൂടിയ മാത്രം മതി. പാർട്ടി ഏതാണെന്ന് എനിക്കറിയോ? നമ്മുടെ പലിശയുടെ ബാക്കിയാ. ഇവളുടെ ഫ്രണ്ട് പ്രിയ. നല്ല കുട്ടിയാണല്ലോടാ. എന്നാ നിനക്ക് നോട്ടുണ്ടോ? നീ ചുമ്മാ ഒന്ന് പോളെ. എന്തായാലും ചേട്ടനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കും. അത് തീർച്ചയാണ്. എന്ത് ബെസ്റ്റ് ക്യാരക്ടർ ആണെന്നറിയാമോ? നല്ല ഫസ്റ്റ് ക്ലാസ് ക്യാരക്ടറാണ്. നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും. അപ്പേ സാറെന്തെങ്കിലും ഒറ്റയ്ക്ക് നടക്കുന്നേ? അമേരിക്കൻ റിട്ടേൺ ഹരിദാസിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേ പന്തലിൽ ഒരു സമൂഹ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുക. അല്ലടാ? നീ വീട്ടിൽ തുടങ്ങിക്കോ. രാവിലെ പോകണല്ലേ? ചേട്ടൻ വന്നിട്ടേ ഉള്ളൂ. ഞാൻ വന്നേക്കാന്നേ. ലാലേട്ടാ, ഒന്ന് നിർത്ത്. ഞാൻ ഇതോടെ നിർത്തി. എനി കോക്ടെയിൽ ഐറ്റംസ്? ഒന്ന് എടുത്തോണ്ട് പോടോ. എന്റെ ഒരു കോക്ടെയിൽ. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മതി ചേട്ടാ, എനിക്ക് ബേബി, ഞാൻ വണ്ടി ഓടിച്ചോളാം. നീ പുറയിരുന്നോ. എന്റെ ഫ്രണ്ട് വരുന്നത് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അവൾ ആ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? സാറേ, അപ്പൊ ഞാൻ വരണ്ടേ? ഞാനെന്തിനാ വരുന്നേ? അല്ല, വല്ല കിളി മുയൽ ഐറ്റംസിനെ പെറുക്കാൻ. കയറി. ഹായ് പ്രിയ. ഹായ്. കേറിക്കോ. നീ അവിടെ ഇരി. കേറി. നീ അങ്ങോട്ടിരി, ഞാൻ സൈഡിലിരുന്നോളാം. നോ, എനിക്ക് സൈഡിൽ ഇരിക്കുന്ന ഇഷ്ടം. വേണ്ടടി, ഇത് കേറാൻ. ഇങ്ങനൊരു മണക്കൊന്ന് കേറുവണേ. വേണ്ടടി, ഇത് കേറാൻ. കേറുന്നുണ്ടേ കേറി, ഇല്ല രണ്ടിനെ വഴിയിട്ടേ ഞാനങ്ങ് പോകും. കേറ് കേറ് കേറ്. എസ് ഒന്ന് പിടിച്ചേ. അങ്ങോട്ട് നീങ്ങി. നീങ്ങ. കാലൊന്ന് ഒതുക്കി വെക്ക് വെച്ചേ. ഹായ്, ഫാന്റാസ്റ്റിക്. കം ഓൺ. സാറേ, കാട്ടിലേക്ക് ഞാൻ വരണോ? ഞാനിവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കി നിന്നാ പോലെ. എസ്തോടെ ഒറ്റയ്ക്കെന്നാലേ വല്ല സിംഹവും പുലിവനെ പിടിച്ചോണ്ട് പോകും. എന്റെ കർത്താവേ, പുലി പിടിച്ചാലും 4 ആളുകളുടെ മുമ്പിൽ കിടന്ന് ചാകണം. എങ്കിലേ പോലീസിന് തെളിവ് ഐറ്റംസ് എങ്കിലും കിട്ടൂ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കൂടെ അവരുടെ കൂടെ ചെല്ല്. മീര, ബി കെയർഫുൾ. ചെല്ലോ. അതെ, ഞാനും പോകാൻ തുടങ്ങായിരുന്നു. അയാളൊരു പേടിത്തൊണ്ടിനാ. കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. വേണ്ട, ഇവിടെ എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. ബ്യൂട്ടിഫുൾ. വാട്ട് എ ലവ്ലി പ്ലേസ്. ബേബിയെ, പേടിക്കണ്ട കേട്ടോ, ഞാൻ പുറകെ ഉണ്ട്. കുഞ്ഞേ, അധികം ഉള്ളിലേക്കൊന്നും പോയല്ലേ. ആന, കരടി, പുലി ഐറ്റംസ് ഒക്കെ കാണും. ശരി ശരി. ഇങ്ങനെ ഒരു പേടിത്തൊണ്ട്. പലതും പറ്റിപ്പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോവും. നിന്നേ നിന്നേ.
എന്ത് രസാ. കുഞ്ഞെ യസുവിന്റെ ഒരു വീഡിയോ സിനിമ എടുക്കും. ഓ യെസ്, അങ്ങോട്ട് നീ നിക്ക്. മാറിയില്ല. റെഡി? താനൊന്ന് മാറി നിൽക്കടോ. അവനും കൂടെ നിക്കട്ടു കുഞ്ഞെ. വേണ്ട, എസ് മാത്രം നിന്നാ മതി. സ്റ്റഡി. തന്നോടല്ലേ പറഞ്ഞ മാറി നിൽക്കാൻ? ചിലപ്പോ നിന്നെ ഇതിനകത്ത് കൊള്ളത്തില്ലായിരിക്കും, അതുകൊണ്ടാ. പോ. ഐറ്റംസ് എന്തെങ്കിലും കാണിക്കണ്ടേ കുഞ്ഞെ? എസ്തു, ഒരു പോസ് കൊടുക്ക. എസ്തു സ്മൈൽ. കലക്കി. കുഞ്ഞെ, ഇനി എസ്തുവിന്റെ ഭാവരസ ഐറ്റംസ്. എടുത്താട്ടെ. പ്രിയ, ചെല്ല്, നീ പോയി എടുത്തു നോക്കി. ഞാൻ പോ. ഒന്ന് ചേർന്ന് നിൽക്കു. ഒന്നൂടെ. നിങ്ങൾ സ്റ്റഡി ആയിട്ടുണ്ട്. ഞാനൊരു ഫുൾ ഷോട്ട് എടുക്കട്ടെ. സ്റ്റഡി. എസ്തു സ്മൈൽ. എസ്തു അങ്ങനെ. താനെന്തിനാ എന്നെ പിടിച്ചേ? വീഴാൻ പോയിട്ടാ. ഞാനിങ്ങ് വീഴൂല. രക്ഷിക്കാൻ വന്നിരിക്കുന്നു. നീ എന്തിനാ പാത്തിന് ചീത്ത പറഞ്ഞ്? ചില സിനിമയിലൊക്കെ നായിക അപകടത്തിൽ നിന്ന് രക്ഷിക്കുമ്പോ റൊമാൻസ് തുടങ്ങുന്ന അവൻ കണ്ടു കാണും. നീ വീഴാൻ പോയിട്ടല്ലേ? ബേബി പിടിച്ചില്ലായിരുന്നു, ഇപ്പൊ കണ്ടേനെ. ചീപ്പൊടി. എടാ ബേബി, ആ ഷട്ടിലൊന്നും എടുത്തേ. എടാ, ഓരോ പ്രാവശ്യം നിന്നോട് പറയണോ ആ ഷട്ടിലെടുക്കാൻ? എടാ, നിന്നോടാ പറഞ്ഞ ആ ഷട്ടിലെടുക്കാൻ. നിനക്ക് ശമ്പളം തരുന്ന ഞാൻ പറയുന്ന ജോലി ചെയ്യാനാണ്. എനിക്ക് ശമ്പളം തരുന്നത് കാർ ഓടിക്കാനാ, അല്ലാതെ കൊച്ചമ്മമാർ കളിപ്പന്ത് പറക്കലല്ല എന്റെ ജോലി. അന്തസ്സ ജോലി ചെയ്യാൻ ശമ്പളം വാങ്ങുന്നത്. നിന്നെ ഞാൻ തിരിച്ചടിക്കാത്തത് നീ എന്റെ മുതലാളിയുടെ സഹോദരിയാണെന്ന പേടിയുണ്ടല്ല, നീ ഒരു പെണ്ണായതുകൊണ്ടാണ്. നീ എന്റെ മുതലാളിയുടെ സഹോദരിയാണെന്ന പേടിയുണ്ടല്ല, നീ ഒരു പെണ്ണായതുകൊണ്ടാണ്.
റിയലി സോറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാണ് നേരത്തെ ഒന്ന് ഉറങ്ങണമെന്ന് പറയുന്നത്. അതെങ്ങനെ പാതിരാത്രി വരെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഹോസ്റ്റലിൽ വെച്ച് കിട്ടിയ ഹാബിറ്റാണ് ചേട്ടാ. ആ ഇന്ന് ഇത്രയൊക്കെ മതി. എഴുന്നേറ്റ് പോയി കുളിക്കണി പോത്തെ. ആ ഏതൊരു രാമേശ്വരി അയ്യർ നിന്നെ വിളിച്ചിരുന്നു. രമയോ? ആ രാമനോ സീതയോ ആരാന്ന് എനിക്കറിഞ്ഞൂടാ. കൊച്ചുവെളുപ്പാങ്കാലത്ത് രാമേശ്വരി അയ്യരെ ടെലിഫോൺ കേട്ടെന്നാണ് ഞാൻ എഴുന്നേറ്റത്. അവർ സിറ്റിയിൽ ലൂസിയ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നുണ്ട്. നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. രമി എന്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടിയാണ്. അതിനിപ്പോ ഞാനെന്ത് വേണം? അവളും ഫാമിലിയും കൂടെ ഗുരുവായൂരമ്പലത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലിൽ നമ്പർ വല്ലതും പറഞ്ഞു ചേട്ടാ? നമ്പറൊന്നും പറഞ്ഞില്ല. നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണുമല്ലോ ചേട്ടാ. ചേട്ടൻ വരുന്നു. നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവാം. പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിന്റെ ഫ്രണ്ടിനെ കൂട്ടി അമ്പലം തോറും കയറിയാണെങ്കിൽ എന്റെ ജോലി. ചേട്ടാ എന്ത് ചേട്ടാ? നീ ഒരു കാര്യം ചെയ്യാം, പ്രിയം കൂട്ടി പോ. അവർക്ക് ജോലിയൊന്നും ഇല്ലായിരിക്കല്ലേ? താങ്ക് യു ചേട്ടാ. ഞാൻ പോയി കുളിക്കട്ടെ. It's all right. അല്ല എവിടേക്കാ പോണ്ടേന്നറിയാമോ? അറിയില്ല. എന്നാ പിന്നെ ചോദിക്കണ്ടേ? പ്രിയയുടെ വീട്ടിൽ പോണം. പ്രിയയുടെ വീട്? പ്രിയയുടെ വീട് നിനക്ക് ഐ എം സോറി ദേവിക്കറിയില്ലേ? നിനക്ക് അങ്ങനെ വിളിക്കുന്നല്ലേ ഇഷ്ടം. വിളിച്ചോളൂ. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ വിളിച്ചുള്ള ഒരു ശീലമാണ്. പിന്നെ കോളേജിൽ തെരപ്പും ബോയ്സിനെല്ലാം എടാ പോടാനെ വിളിക്കൂ. കൂട്ടുകാരുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞില്ല. പറഞ്ഞുതരാം, പൊയ്ക്കോളൂ. ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയില്ല. മരുന്നിനും മറ്റുമായി ഒരു 500 രൂപ വേണ്ടിയിരുന്നു. ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഈശ്വര, ഓരോ പരീക്ഷണങ്ങളെ. കേശവ, രൂപ ഇവിടെ ഇരിപ്പില്ലായിട്ടല്ല, രൂപ ഇവിടെ ഉണ്ട്. പക്ഷെ തന്നെ ദൈവം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തനിക്ക് രൂപ തന്ന് സഹായിച്ച ദൈവം എന്നെ ശിക്ഷിക്കും. വെറുതെ ഞാനെന്തിനാ ദൈവത്തിന് ഇടവരുത്തുന്നത്? അതുകൊണ്ട് കേശവൻ പോ. ചേട്ടാ, കേശവൻ പേടിക്കണ്ട. ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കുള്ളൂ. കേശവൻ പോയിക്കോ കേട്ടാ. ഇലനക്കി പട്ടിയുടെ കിരിനക്കാമെന്നു പറഞ്ഞ പോലെ വേറെ എങ്ങും അവന് കടം ചോദിക്കാൻ കണ്ടില്ല. 32% പലിശ കിട്ടുമ്പോഴാ ഓരോരുത്തനെ കടം ചോദിക്കാൻ വരുന്നത്. ഓവേ അങ്കിൾ പ്രിയ എവിടെ? അവള് നാളെ കൂടെ ജൗളി മേടിക്കാൻ പോയിരിക്കുക, എന്നെ മുടിപ്പിക്കാൻ. അയ്യോ, എന്താ മോളെ? അല്ല പ്രിയൻകുട്ടി കോട്ടയം വരെ പോകാന്ന് വിചാരിച്ചു വന്നതാ. എപ്പോ വരുമെന്നെല്ലാം പറഞ്ഞു. കൊണ്ടുപോയ കാശ് വേണം തീർത്തേ വരൂ, സന്ധ്യയാകും. എന്നാ ഞാൻ വരട്ടെ അങ്കിൾ. ആ പോ. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ പോയിക്കോ. അഡ്വക്കേറ്റ് മാത്യു സെക്രട്ടറിയെ കണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നാളെ ഹിയറിംഗ് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അത് ശരിയാണ്. അവിടുത്തെ പൊസിഷനും അറിയാമല്ലോ. ഞാൻ ബേബിയായിട്ട് പോവാം. ലോങ് ട്രിപ്പ് അല്ലേ? ബേബി വരാൻ വൈകും. അവൻ മീരയായിട്ട് കോട്ടയത്ത് അവളുടെ ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുക. അയ്യോ, മണി 7 ചേട്ടൻ എത്തുന്നതിന് മുമ്പ് എത്തണം. നേരെ ഒരുപാടായി. രാമേശ്വരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോണതറിയില്ല. വേഗം വിട്ടോ. ബേബി എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയിട്ടില്ലല്ലേ?
അയ്യോ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? വല്ലതും പറ്റിയോ? ഇല്ല. വല്ലതും പറ്റിയോ? ബേബി എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോടുള്ള പിണക്ക് ഇതുവരെ മാറിയിട്ടില്ലല്ലേ? ആഹാ, നീ ഇവിടെ വന്നിരിക്കാണോ? ഞാനേ നാളെ രാവിലെ ഫസ്റ്റ് ഫ്ലൈറ്റിന് ബോംബെക്ക് പോകുന്നു. മിസ്റ്റർ ബാനർജി വിളിച്ചിരുന്നു. ബോംബെയിലെ അരുന്ധതി സ്പിന്നിംഗ് മിൽസ് ഡിസ്പോസ് ചെയ്യാൻ പോകണത്രേ. ചുടുവിലക്ക് കിട്ടുമെന്നാണ് ബാനർജി പറയുന്നത്. എന്തിനാട്ടാ ഈ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വലിച്ചു വെക്കുന്നത്? എപ്പോഴും എന്തെങ്കിലും എൻഗേജ്മെന്റ് ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ. വെച്ചേ പോയിക്കാൻ തുടങ്ങിയോ? രാവിലെ ഇരുന്നേക്കാളോ? എനിക്ക് ഉറക്കം വരുന്നില്ല. നമുക്ക് എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കാം. വേണ്ട വേണ്ട, അവിടെ കിടന്നാൽ മതി. ചെല്ല് ചെല്ല്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനി മോർണിംഗ് ഐറ്റംസ്? ചേട്ടൻ പോയോ? സാറ് വെളുപ്പിനെ പോയി. എന്നെ എന്താ വിളിക്കാഞ്ഞേ? കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നോണ്ട് സാറ് വിളിക്കണ്ടെന്ന് പറഞ്ഞു. പോയിക്കോ. ആ ആ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഞാൻ നല്ല ഉറക്കമായിരുന്നു. എനിക്ക് വെളുപ്പം കാലത്ത് എഴുന്നേൽക്കാൻ വലിയ മടിയാ. നെറ്റിയിൽ എന്ത് പറ്റി? ഇന്നലെ ബ്രേക്ക് ഇട്ടപ്പോൾ സ്റ്റിയറിംഗ് ഇടിച്ചതാ. അപ്പോഴറിഞ്ഞില്ല. വേദനയുണ്ടോ? ഒരു സ്ഥലം വരെ പോണം. എവിടേക്കാണ്? പറയാം. ഞാൻ കുളിച്ച് റെഡിയാവട്ടെ. നീ എന്താ ഇവിടെ? ബേബിയെ ഒരിടം വരെ പോകാൻ വേണ്ടി വിളിക്കാൻ വന്നതാ. ബേബി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ആരോരുമില്ലാത്ത ഒരു പാവപ്പെട്ട ഡ്രൈവറാണ്. അങ്ങനെയുള്ള ഞാൻ എനിക്ക് ബേബി ഇഷ്ടമാണ്. സ്നേഹിക്കുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാർ അറിഞ്ഞാൽ? ചേട്ടന് ബേബിക്ക് അറിയാനിട്ടാ. എന്റെ ആഗ്രഹങ്ങൾക്കപ്പുറം ചേട്ടന് മറ്റൊന്നുമില്ല. ബേബിക്കറിയാമോ, കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എന്റെ പുറകെ പ്രേമാഭ്യർത്ഥനയുമായി വന്ന്
എത്രയോ ആൺകുട്ടികൾ. പക്ഷേ അവരോടൊന്നും തോന്നാത്ത, മറ്റാരോടും തോന്നാത്ത എന്തോ ഒന്ന്. ഐ മീൻ ഒരു പ്രത്യേക വികാരം. ബേബി എന്താ ഒന്നും മിണ്ടാത്തത്? ബേബിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷേ അർഹതപ്പെട്ടതല്ലേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. ബേബി ഇങ്ങനെ പേടിച്ചാലോ? എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിൽ ഞാൻ നിൽക്കുന്നുകൊണ്ടാണോ? എനിക്ക് ഞാൻ താഴേക്ക് ഇറങ്ങി വരാം. ഐ ലവ് യു ബേബി. മംഗളം മഞ്ജുളം ജീവ സംഗമം സഫലം എന്റെ ആശകൾ മധുരം എന്റെ നാടുകൾ ധനി സഗ സഗമ പഗമ പനിത പാമ പാമ ഗമഗരി എന്നാത്മതീരം പൂകി വസന്തങ്ങൾ മാത്രം നൽകി കിനാവിന്റെ പൂക്കൾ തൂകും പ്രാണന്റെ ഭാഗമേ നിനക്കായി മാറ്റും എന്റെ ജീവിതം നിനക്കായി പാടും എന്റെ മാനസം മപ മപ ഗമഗ ധനി സഗ ഗമഗ മപനിത പമപ ധനി സഗ സഗ മപ ഗമ പനിത പാമ പാമ ഗമഗരി മഞ്ജുളം ജീവ സംഗമം മോഹമാല്യം ചാർത്തി ഒരു സൗമ്യലോകം നീർത്തി പ്രസാദങ്ങളുള്ളിൽ തൂകും ആനന്ദബിംബമേ എനിക്കായി നിന്റെ ഓരോ കാലവും ധനി സഗ ഗമഗ മപ
പഗമ സഗഗ മംഗളം മഞ്ജുളം ജീവസംഗമം ജീവസംഗമം ജീവസംഗമം. വീരെവിടെ? കുഞ്ഞ് മേരയിലാ വരുന്നത്. ചേട്ടാ നീ രാവിലെ എഴുന്നിട്ട് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ആ ബേബി ഒന്ന് പ്രിയയുടെ വീട് വരെ അയക്കാൻ വേണ്ടി പറയാൻ പോയതാ. ചേട്ടനെന്താ ഇത്ര ദിവസം താമസിച്ചത്? ഞാൻ നിന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ ഞാൻ ബോംബെയിൽ നിന്ന് കൽക്കട്ടയ്ക്ക് പോകുന്നു. ഞാൻ ഇവിടെ നിന്ന് ബോറടിച്ചു. ആ പിന്നെ സുഭദ്രാന്റി ഫോൺ ചെയ്തിരുന്നു. എന്താ വിശേഷം? ഹോസ്പിറ്റലിലെ ക്യാൻസർ വാർഡിന്റെ ഉദ്ഘാടനത്തിന് നമ്മളും കൂടി ചെല്ലണമെന്ന്. നീയാണോ? ഞാൻ പേടിച്ചു പോയി. നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? വെറുതെ. അപ്പഴേ ഇന്നലെ നീ എവിടെയായിരുന്നു? ഞാൻ നിനക്ക് എത്ര പ്രാവശ്യം ഫോൺ ചെയ്യുന്നറിയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നീ എവിടെയോ കറങ്ങാൻ പോയിരിക്കാന്ന് എസ് പറഞ്ഞല്ലോ. ആരെയായിരുന്നു കമ്പനി? ഓ ഇനിയിപ്പൊ നമ്മളൊന്നും വേണ്ടായിരിക്കും. പോടി, നിന്നെ വിളിച്ചാ നീ വരണ്ടേ? അത് കള മോളെ. എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചു. നമുക്ക് എവിടെ നടക്കാൻ പോവാം. എനി ഐറ്റംസ്? നീരെവിടെ പോയി? നീര പ്രിയ കുഞ്ഞിന്റെ വീട്ടിൽ പോയിരിക്കുക. വരാൻ രാത്രി ആകൂന്ന് പറയാൻ പറഞ്ഞു. എനി ഡ്രിങ്ക് ഐറ്റംസ്? നോ താങ്ക്സ്. താങ്ക് യു. Stop it! I love you. Esteban! Esteban! Yes, sir. എന്താ സർ? Get me a drink. സാർ ഡ്രിങ്ക്സ്? പറഞ്ഞത് കേട്ടാ മതി. യെസ് സർ.
പീറ്റർ പാൻ, ആ ബേബിയോട് വേഗം റെഡിയാൻ പറയും. ഹണ്ടിങ്ങിന് പോണം. ശരി സാർ. നീ പറയുന്നുള്ളൂ, ഞാൻ ഓടിക്കാം. സാറേ, ഹണ്ടിങ്ങിന് പോകുമ്പോ കൊണ്ടുപോകാറുള്ള ബാസ്ക്കറ്റ് ഐറ്റംസ് ഒന്നും സാർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങ. നിനക്കെന്റെ പെങ്ങളെ പ്രേമിക്കണം അല്ല പാട്ടി. സാർ, ഇനി എന്നെ തല്ലരുത്. എനിക്ക് മീര ഇഷ്ടമാണ്. മീരയ്ക്ക് എന്നെയും. ഇനി നീ എന്റെ എസ്റ്റേറ്റിൽ കാലുകുത്തിയാൽ നിന്റെ ശവം പോലും കാണില്ല. ബ്ലഡി ബാസ്റ്റേർഡ്. എന്താ കുഞ്ഞേ? എവിടെ പോയി? ക്വാർട്ടേഴ്സിലില്ലേ? അവിടെ ഇല്ലല്ലോ. ആ, വെളുപ്പിനെ സാറ് വിളിച്ചോണ്ട് പോകുന്ന കണ്ടു. എങ്ങോട്ട് പോയതാ? എനിക്കറിയില്ല. എപ്പോ വരുന്നു വല്ലതും പറഞ്ഞോ? ഇല്ല. എന്താ? ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് ലാലേട്ട. ആ, ഗുഡ് മോർണിംഗ് മീര. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ വെറുതെ വിളിച്ചതാ. നമ്മുടെ ഡ്രൈവർ ബേബി അവിടെ ഉണ്ടോ? അവനിവിടെ 2 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. എന്താ കാര്യം? അല്ല, ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോകാൻ നേരത്ത് ബേബിയെ കണ്ടില്ല. അവിടെ വന്നോന്നറിയാനാ വിളിച്ചത്. വെക്കട്ടെ. നീ എന്താ വല്ലാതിരിക്കുന്നേ? ആ, ചെറിയൊരു തലവേദന. ആ ഇൻകം ടാക്സിന്റെ പേപ്പേഴ്സ് അയച്ചോ? അയച്ചു. ആ, വീട്ടിൽ നിന്ന് മീര വിളിച്ചിരുന്നു. ആ ബേബി അവിടെ കാണാനില്ല അത്രേ. അവനിങ്ങോട്ട് വന്നോ ഇല്ലോ എന്നറിയാനാ. അവനെവിടെയെങ്കിലും പോയി കാണും. തെണ്ടിത്തിരിഞ്ഞ് വരുന്നവരെന്ന് പിടിച്ച് ജോലിക്ക് നിർത്തരുത്. ആ, നീ ഒരു കാര്യം ചെയ്, ഒരു ഡ്രൈവറെ അന്വേഷിക്കും. എന്താ കുഞ്ഞേ? ബേബിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഇക്കാലത്ത് ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല കുഞ്ഞേ. എല്ലാം കാട്ടുകള്ളന്മാരാ. ഒരു പേരും ഇല്ലാത്ത ഒരുത്തൻ, ഒറ്റ തടി. അവന് തോന്നുമ്പോ പോകാൻ, തോന്നുമ്പോ വരാം.
ഏതായാലും അവൻ ഇവിടെ നിന്ന് ഐറ്റംസ് ഒന്നും മോഷ്ടിച്ചോണ്ട് പോകാത്തത് ഭാഗ്യം. സാർ അവനെ ഇവിടെ നിർത്തിയപ്പോഴേ എനിക്ക് തോന്നി അവൻ ഇവിടെ നിന്ന് മുറ്റുകയല്ലെന്ന്. കുഞ്ഞു വിഷമിക്കണ്ട, അവനേക്കാൾ മിടുക്കനായ ഒരുത്തനെ സാറ് കണ്ടുപിടിക്കും. എന്താ ഇവിടെ? അല്ല, ഫൈബർ ബേബി വന്നോ? ബേബിയെ എവിടെ പോയിരിക്കുകയായിരുന്നെന്ന്. ആ, അവനെവിടെയെങ്കിലും പോട്ടെ. അവനല്ലെങ്കിൽ വേറൊരുത്തൻ. താൻ പോയി കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. ഞാനാ ബേബി. എന്താ ബേബി ഇത്? ബേബി ബേബി ഇത്രയും ദിവസം എവിടെയായിരുന്നു? അതൊക്കെ പറയാം, വേഗം വെള്ളിക്ക് വരൂ. വേഗം വരാൻ. ഇവിടെ എന്നാൽ ആരെങ്കിലും കാണും. നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. വരൂ. ബേബി ബേബി ഇത്രയും ദിവസം എവിടെയായിരുന്നു? അതൊക്കെ പിന്നെ പറയാം. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. മീരയുടെ ചേട്ടന്റെ കണ്ണിൽപ്പെടാത്ത ഏതെങ്കിലും ലോകത്തേക്ക്. ബേബി എന്താണ് ഈ പറയുന്നത്? മീരയ്ക്ക് എന്നോട് സ്നേഹമില്ലേ? ഉണ്ട്. എങ്കിൽ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്ത് വേഗം വരൂ. ഇല്ല, എന്റെ ചേട്ടനെ വിട്ട് ഞാൻ എങ്ങും വരില്ല. നിനക്ക് ഞാൻ വേണോ അതോ നിന്റെ ചേട്ടൻ വേണോ? എനിക്ക് രണ്ടാളും വേണം. അത് നടക്കില്ല. ചേട്ടന്റെ സമ്മതത്തോടെ നമ്മുടെ വിവാഹം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബേബി, എനിക്കെല്ലാം എന്റെ ചേട്ടനാണ്. എന്റെ ആഗ്രഹത്തിനപ്പുറം ചേട്ടന് മറ്റൊന്നുമില്ല. ചേട്ടനോട് നമ്മുടെ വിവാഹം നടത്തി തരണമെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞ എന്റെ ചേട്ടൻ കേൾക്കാതിരിക്കില്ല. ചേട്ടനെ കുറിച്ചൊന്നും എന്നോട് പറയണമെന്നില്ല. മീരയ്ക്ക് എന്നോടൊപ്പം വരാൻ ഇഷ്ടമാണോ അല്ലയോ? നമുക്ക് എവിടെയെങ്കിലും പോയി രജിസ്റ്റർ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കാം. ബേബി പറയുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ ചേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ ഒരിടത്തും വരില്ല. പെങ്ങളോട് സ്നേഹമുള്ള ഒരു ചേട്ടൻ, സ്നേഹത്തിന്റെ വില എന്താണെന്ന് അറിയാത്ത ഒരു മൃഗമാണ് മനുഷ്യൻ. ബേബി, എന്റെ ചേട്ടനെ കുറിച്ച് ഒന്നും പറയരുത്. ഞാൻ പറയും. നിന്റെ ചേട്ടന്റെ മുഖത്ത് നോക്കി ഞാൻ വിളിച്ചു പറയും. ഞാൻ സ്നേഹിക്കുന്ന എന്റെ പെണ്ണിനെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാൽ പിന്നെ അയാൾ ലോകത്ത് ജീവിച്ചിരിക്കില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, വലിയ വീടുകളിലുള്ളവർക്ക് അവിടുത്തെ ഡ്രൈവർമാരോട് തോന്നുന്ന കാമമായിരുന്നു നിനക്ക് എന്നോടുണ്ടായിരുന്നെന്ന്.
മീരെ എന്ത് പറ്റി? ഒന്നുമില്ല. സുഖമില്ലേ? ഡോക്ടറെ വിളിക്കണോ? What happened, Meera? നിനക്ക് എന്ത് പറ്റി മോളെ? നിനക്ക് എന്ത് പറ്റി? എന്താണെങ്കിലും എന്നോട് പറയും. അവൻ പോയെന്ന് നീ എന്തിനാ വിഷമിക്കുന്നത്? അവൻ എവിടെ നിന്ന് വന്ന ഒരു ഡ്രൈവർ, അവൻ പോയാൽ മറ്റൊരു ഡ്രൈവർ. ഇല്ല ചേട്ടാ, ബേബി പോകാൻ പാടില്ല. ഞാനും ബേബിയും തമ്മിൽ സ്നേഹത്തിലാണ്. അതെ ചേട്ടാ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞങ്ങൾക്ക് തമ്മിൽ തുറയാനാവില്ല. No, it's quite impossible. It should be possible. ഞാൻ ഗർഭിണിയാണ്. ബേബിയുടെ കുഞ്ഞ് എന്റെ എല്ലാ സങ്കല്പങ്ങളും ഒരു നിമിഷം കൊണ്ട് നീ തകർത്ത് കളഞ്ഞലോടി. കുരുന്ന പ്രായത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. കൈക്കുഞ്ഞായിരുന്നു നിന്നെ ഈ നെഞ്ചിലെ ചൂടും കുളിരും കൊടുത്താണല്ലേ ഞാൻ വളർത്തിയത്. എന്നിട്ടാ നീ ഏതോ ഒരു ചെണ്ടിയുടെ കൂടെ നിന്നെക്കുറിച്ചുള്ള 100 സ്വപ്നങ്ങളിലൂടെയാണ് ഞാൻ ജീവിച്ചത്. നിനക്കറിയാമോ, ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് നിന്നോടുള്ള എന്റെ സ്നേഹം കുറഞ്ഞു പോകുമെന്ന് കരുതിയിട്ടാണ്. ആ നീ
ഡെവലപ്പർ എസ്റ്റേറ്റ് അല്ലേ? ആ മോഹൻദാസ് ഫ്രം വെസ്റ്റേൺ ഇന്ത്യ. പിന്നെ അവിടെ ബേബി എന്നൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ശരി, ഒന്നുമില്ല. ഹലോ, പാമ്പനാർ എസ്റ്റേറ്റ് അല്ലേ? അവിടെ ബേബി എന്ന് പേരുള്ള ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഹലോ, കാഞ്ഞിരപ്പള്ളി എസ്റ്റേറ്റ് അല്ലേ? ഈപ്പച്ചാനാണോ? ആ, ഞാൻ മോഹൻദാസാ. പിന്നെ അവിടെ ബേബി എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇപ്പൊ അവിടെ ഉണ്ടോ? ശരി, ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ഒന്ന് കാണുമായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ബേബി, ഞാൻ നിന്നെ തന്നെ നടക്കായിരുന്നു. വരും, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരുന്നില്ല. നീ വരണം. നിങ്ങൾ വിളിക്കുമ്പോൾ വരാനും നിങ്ങൾ പറയുമ്പോൾ പോവാനും ഞാൻ നിങ്ങളുടെ കയ്യിലെ കളിപ്പാട്ടമൊന്നുമല്ല. ബേബി, എന്റെ കുടുംബത്തിന്റെ അന്തസ്സും എന്റെ പെങ്ങളുടെ ജീവിതം നിന്റെ കയ്യിലാണ്. മീര ഗർഭിണിയാണ്. നിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. എന്റെ കുഞ്ഞ്? വലിയ വീടുകളിലെ പെൺപിള്ളേർക്ക് വിവാഹം കഴിയാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. എന്റെ പെങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീ ആയതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ഗതികേട് എനിക്കുണ്ടായത്. അല്ലെങ്കിൽ എനിക്ക് മുമ്പ് വേറെയും ഡ്രൈവർമാർ അവിടെ ജോലിക്ക് നിന്നിട്ടുണ്ടല്ലോ. അവരെ കൂടെ കണ്ടിട്ട് പെങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്ത ആരാൻ തീരുമാനിച്ച പോരെ. എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ എങ്ങനെ ജീവിക്കണടാ പട്ടി? സാർ,
ഡോക്ടർ സുഭദ്ര ഹിയർ. ഞാൻ ആന്റി മോഹൻ. ആ, എന്തുണ്ട് വിശേഷങ്ങള്? ഞാൻ നാളെ മീരുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ കാര്യം? അത് ഞാൻ അവിടെ വന്നിട്ട് പറയാം. ആന്റി ഹോസ്പിറ്റലിൽ കാണില്ലേ? ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ എത്തും. ഇറങ്ങും. ആ, നിങ്ങളെ കാണാതായപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എടി പെണ്ണെ, നീ വലിയ പൂന ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് നിനക്കിത് എന്തു പറ്റി? എടാ, ഇവളുടെ പഴയ ആ ചാമിങ്ങും ഫ്രഷ്നെസ്സും ഒക്കെ പോയല്ലോ. അവൾക്ക് നല്ല സുഖമില്ല ആന്റി. വാട്ട് ഹാപ്പൻ മീര? ആന്റി, എനിക്ക് ആന്റിയോട് കാര്യം പറയാനുണ്ട്. അതിവിടെ വെച്ച് വേണ്ട, ആന്റിയുടെ വീട്ടിലേക്ക് പോ. എന്നാലും മീരയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാന്ന് വെച്ചാൽ, പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ അവൾ? തെറ്റെന്റേതാണ് ആന്റി. മീരയെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഞാൻ എന്നും കരുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്. അവനെ പിന്നെ നീ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. അവന് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒറ്റ വഴിയെ ഞാൻ കാണുന്നുള്ളൂ. എന്താ മോഹൻ? അബോർട്ട് ചെയ്യും. അതിനോട് സമ്മതിക്കുമോ? സമ്മതിക്കണം, അല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ആന്റി, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും മേരിയുടെ ഭാവിയും ആന്റിയുടെ കയ്യിലാണ്. ആന്റി എന്താ ഒന്നും മിണ്ടാത്തത്? ഏതായാലും ഞാനവിടെ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആന്റി ഈ പറയുന്നത്. മോക്കൊരു തെറ്റ് പറ്റി. തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്താൻ പാടില്ലെന്ന് ആന്റിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മോള് കാരണം മോഹൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. നമ്മുടെ കുടുംബം, അന്തസ്, അഭിമാനം, അതിലുപരി നിന്റെ ഭാവി, എല്ലാം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല ആന്റി, ആന്റി എന്ത് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല. മോളെ, നിന്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നോ നാളെ കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ ജീവിതം. നിന്റെ വിവാഹം, ഭർത്താവ്, കുട്ടികൾ, കുടുംബം, നിന്നെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷയോടാണ് നിന്റെ ചേട്ടൻ ജീവിക്കുന്നതെന്നറിയാമോ? അതുകൊണ്ട് ആന്റി പറയുന്നത് മറ്റൊരു ചെറുപ്പക്കാരനെ വഞ്ചിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കില്ല ആന്റി. ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിക്കും.
അച്ഛനെന്ന് വിളിക്കാൻ എന്റെ കുഞ്ഞിന് ആരുമില്ലെങ്കിലും അമ്മയെന്ന് വിളിക്കാൻ ഞാനുണ്ട്. പ്ലീസ് ആന്റി, ഇനി എന്നെ നിർബന്ധിക്കരുത്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പോയിട്ട് വാ. മീരയുടെ പ്രസവം കഴിയുന്നവരെ അവളിവിടെ നിൽക്കട്ടെ, ആരും അറിയില്ല. ജീവിതത്തിന്റെ താരം അല്ലോ കാലങ്ങൾ മാറുന്നു അല്ലിൽ ഓരോ നാളും മറയുന്ന കണ്ണീരുമായി ഇത് ജീവിതത്തിന്റെ താരം അല്ലോ കാലങ്ങൾ മാറുന്നു. ഉദയം കഴിഞ്ഞു പടരുന്ന വർണ്ണം ഇരുളിൽ ലയിക്കാൻ നിമിഷങ്ങൾ മാത്രം. ഉദയം കഴിഞ്ഞു പടരുന്ന വർണ്ണം ഇരുളിൽ ലയിക്കാൻ നിമിഷങ്ങൾ മാത്രം. കൊഴിയുന്നു പൂക്കൾ കരയുന്നു തെന്നൽ വിരഹങ്ങളാലേ അഴൽ തിങ്ങും മണ്ണിൽ ഏകാന്തവാസത്തിൻ മൂകത തന്നിൽ ഒരു കാത്തിരിപ്പിന്റെ അർത്ഥം എന്തു കാലങ്ങൾ മാറുന്നു. മനസ്സിൽ നിലാവ
നിലാവാൽ എഴുതുന്ന ചിത്രം മായാൻ ഇവിടെ ഞൊടിയൊന്നു പോരും അകലുന്ന കിളിയും ഒഴിയുന്ന കൂടും ഒഴിയാത്ത നോവും പുലരുന്ന മണ്ണിൽ ശോകങ്ങൾ കൂട്ടുന്ന കൂടാരമൊന്നിൽ വിടരുന്ന സ്വപ്നത്തിന്റെ അർത്ഥം എന്തു കാലങ്ങൾ മാറുന്നു കല്ലിൽ ഓരോ നാളും മറയുന്നു കണ്ണീരുമായി ഇതു ജീവിതത്തിന്റെ സാരം അല്ലോ കാലങ്ങൾ മാറുന്നു എന്റെ കുഞ്ഞ് മോളെ, നിന്റെ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചുപോയി. വന്നില്ലേ മോനേട്ടാ? ആന്റിയുടെ അസുഖം കുറവുണ്ട്. മീര 2 ദിവസം കഴിഞ്ഞ് വരും. മീര പ്രസവിച്ചു അല്ലേ? പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എല്ലാം എനിക്കറിയാം. ബേബി മീരയും തമ്മിലുള്ള സ്നേഹബന്ധം അവൾ ആദ്യം പറഞ്ഞത് എന്നോടാണ്. ഞാൻ അന്നത് വിലക്കുകയും ചെയ്തിരുന്നു. ഈ വിവരം മറ്റാരും അറിയരുത്. പതുക്കെ കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമാണെന്ന് കരുതിയാൽ മതി. എല്ലാം മറക്കണം. പോട്ടെ ആന്റി.
മീര, ആന്റി, ഞാനാ മോഹൻ. എന്താ മോഹൻ? ഹോസ്പിറ്റലിൽ വന്നേ പിന്നെ മീര ആകെ മൂടിയായിരിക്കുന്നു. ആരോടും മിണ്ടുന്നു പോലുമില്ല. മുറിയിൽ കയറി ഒരേ ഇരിപ്പാണ്. എനിക്കാകെ പേടിയാവുന്നു ആന്റി. പേടിക്കാനൊന്നുമില്ല. കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞെന്റെ ഷോക്കാ. എല്ലാം നോർമൽ ആയിക്കോളും. നീ അവളെ പുറത്തെങ്ങാനും കൂട്ടിക്കൊണ്ട് പോണം, വല്ല ഔട്ടിങ്ങിനോ മറ്റും. ശരി. എന്താ ഇവിടെ വന്നിരുന്ന പറഞ്ഞത്? നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. വാ വാ. എന്താ മോളെ ഇത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലുമൊക്കെ പറയും. നീ ഒന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര നാളായി? പുഴ മാതിരി കാണുന്നില്ലേ? അതിന്റെ അപ്പുറത്താണ്. എന്റെ കുഞ്ഞു ചേട്ടാ, വരുന്നോടാ. എന്താ ഇത്? അയ്യോ, എന്റെ കുഞ്ഞ്, എന്താ ഇത്? കുഞ്ഞിനെ വാങ്ങിക്കാൻ പോവാ. എന്ത് ഇറവാണ് ഇത്? കുഞ്ഞിനെ വെക്കല്ലേ, വെക്കല്ലേ. ഓരോ മട്ട് പിടിച്ചതിനെ കൊണ്ട് ഇറങ്ങിക്കോളും. മനുഷ്യനെ വരട്ടാൻ വേണ്ടിട്ട് മുറിയിലെ വെള്ളം പിടിച്ച് പൂട്ടിയിട്ടുണ്ട്. മോളല്ലേ, അവിടെ തങ്കക്കൂടല്ലേ? മോള് കരണ്ടോ, മോള് ഇറങ്ങോ. മോള് വാവോ വാവോ അമ്മയുടെ മോളെ ഉറങ്ങു മോളെ. കണ്ടു ചേട്ടാ, മോള് ഉറങ്ങുന്നില്ല. എന്റെ മോള് നല്ല മോളല്ലേ, ഉറങ്ങു മോളെ. രാത്രി ഉറങ്ങൂല, പകലും ഉറങ്ങൂല. നല്ല അടി തരും കേട്ടോ. അയ്യോ, മോള് കറിയാതെ നമ്മുടെ ചക്കരമോളെ അമ്മ തല്ലൂല കേട്ടോ. മോള്
നമുക്ക് മോളെ മുറി കൊണ്ടുപോയി ലാലേട്ടാ, ലാലേട്ടനെന്റെ മോളെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എന്റെ പൊന്നുമോൾ മോളു. ഇതാണ് ലാലങ്കിൾ. നോക്കി. അയ്യോ, മോള് കരയില്ലേ? ലാലേട്ടനെ കണ്ട് പേടിച്ചു പോയി. മോള് കരയില്ലേ? അയ്യോ, മോള് കരയാതെ. മൂക്ക് വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ വരാം ലാലേട്ടാ. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഇനി നീ എന്നോടൊന്നും മറക്കാൻ ശ്രമിക്കണ്ട. എല്ലാം എനിക്കറിയാം. സൈക്കാട്രിസ്റ്റ് ജോർജ് ജോസഫ് എന്റെ ഫ്രണ്ടാണ്. എല്ലാ സത്യങ്ങളും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇനി ഒരു മാർഗമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ബേബിയെ കണ്ടുപിടിച്ച് മീരെ അവനെ ഏൽപ്പിക്കുക. ബേബി ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അവനിനി ഒരിക്കലും വരില്ല അല്ലേ? നീ ധൈര്യമായിട്ടിരിക്കും. നമുക്കുടനെ മീരെ ആരെ കൊണ്ടെങ്കിലും വിവാഹം കഴിപ്പിക്കാം. ഈ അവസ്ഥയിൽ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അത് മാത്രമല്ല, എല്ലാം അറിഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരനെ വഞ്ചിക്കാൻ എന്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കില്ല. നിനക്ക് വിരോധമില്ലെങ്കിൽ മീരെ ഞാൻ വിവാഹം കഴിക്കാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാടാ. നോ, വേണ്ടല്ലേ. ഞാനതിന് സമ്മതിക്കില്ല. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് അവളെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടല്ല. വേണ്ട. നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഈ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുക എന്ന് വെച്ചാൽ അത് എനിക്ക് സംഭവിക്കുന്നതിന് തുല്യമായി കരുതുന്നവനാ ഞാൻ. ഐ നോ ഇറ്റ്. എന്റെ അനുശക്തിക്ക് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മീരയുടെ അസുഖം മാറുക എന്നതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. നീ ഒന്നുകൂടി ആലോചിക്കും. മീരയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഒരു മാറ്റമില്ല ആന്റി. സൈക്കാട്രിസ്റ്റിനെ കാണിച്ചപ്പോൾ മീരയ്ക്ക് മരിച്ചുപോയ അവളുടെ കുഞ്ഞിന്റെ ഓർമ്മയാണെന്നാണ് പറയുന്നത്. കൊച്ചുകുട്ടികളെ കണ്ടാൽ, ഏതെങ്കിലും പാവക്കുട്ടിയെ കണ്ടാൽ പോലും അവൾ അതിനെടുത്ത് താലോലിക്കും. സൈക്കാട്രിസ്റ്റ് പറയുന്നത് മീരയെ ആവുന്നതും വേഗം ഒരു വിവാഹം കഴിപ്പിച്ച് ഒരു കുഞ്ഞിന്റെ അമ്മയാക്കണമെന്നാണ്. ഈ നിലയിൽ അവളെ വിവാഹം കഴിപ്പിക്കാന്ന് വെച്ചാൽ, അഥവാ ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായാൽ തന്നെ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വഞ്ചനയാവില്ലേ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. മീര പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയെന്നല്ലേ നമ്മൾ അവളോട് പറഞ്ഞിരിക്കുന്നത്. അവളുടെ കുഞ്ഞിനെ തന്നെ അവളെ തിരിച്ചേൽപ്പിച്ചാലും, കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാലെങ്കിലും അവളുടെ അസുഖം മാറുമെങ്കിൽ, കുടുംബത്തിന്റെ അന്തസ്സിനേക്കാളും അഭിമാനത്തെക്കാളും എനിക്ക് വലുത് എന്റെ മീരയുടെ സമനില തിരിച്ചു കിട്ടുക എന്നതാണ്. ആന്റി, മീരയുടെ കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. മോഹൻ, കുഞ്ഞ്, ആ കുഞ്ഞിപ്പോ ഇവിടെ ഇല്ല. ആന്റി, മോഹൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. മീര പ്രസവിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ
അല്ലാത്ത ഒരാളിവിടെ വന്ന് ഒരു കുഞ്ഞിനെ ആവശ്യപ്പെട്ടു. മീര പ്രസവിച്ച കുഞ്ഞ് അനാഥയായിട്ട് വളരണ്ടെന്ന് കരുതി ആ കുഞ്ഞിനെ ഞാൻ അയാൾക്ക് കൊടുത്തു. ആന്റി ആന്റി ആർക്കാണ് ആ കുഞ്ഞിനെ കൊടുത്തത്? ആന്റി അയാളെ അറിയുമോ? അയാളുടെ അഡ്രസ് എന്റെ അടുത്തുണ്ട്. ഇവിടെ തങ്കച്ചൻ താമസിക്കുന്ന ഇവിടെ? തങ്കച്ചനോ? ദാ കാണുന്നത് രണ്ടാമത്തെ വീടാണ്. ഇവിടെ ആരും ഇല്ലേ? അല്ല, തങ്കച്ചൻ. നിങ്ങൾ തല്ലി കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ മരിച്ചുവെന്നായിരിക്കും കരുതിയത്. നിങ്ങളുടെ പെങ്ങളെ സ്നേഹിച്ച കുറ്റത്തിന് നിങ്ങൾ എനിക്ക് നൽകിയ പാരിതോഷികമാണ് ഇത്. ബേബി, കഴിഞ്ഞതെല്ലാം മറക്കണം. മീരയുടെ കുഞ്ഞിനെ തേടിയാണ് ഞാനിവിടം വരെ വന്നത്. മീര അവളാകെ തകർന്നിരിക്കുക. ഈ കുഞ്ഞിനോട് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ. പ്രസവിച്ച 3-ാം ദിവസം സ്വന്തം കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോകാൻ മനസാന്നിധ്യമുള്ള ഒരമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മീര പ്രസവിച്ച കുഞ്ഞിനെ അവൾക്ക് ആവശ്യമില്ലായിരുന്നെങ്കിലും എനിക്കെന്റെ കുഞ്ഞ് അനാഥമായി വളരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആരോടും എനിക്ക് പരാതിയില്ല. ഞാൻ എന്റെ കുഞ്ഞുമായി ഇവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. ബേബി, മീര ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചുപോയി എന്ന് ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചത് ഞാനാണ്. കുഞ്ഞ് മരിച്ചുപോയി എന്നറിഞ്ഞ ആഘാതത്തിലാണ് അവളുടെ മനസ്സിന്റെ സമനില തെറ്റിയത്. അറിഞ്ഞോ അറിയാതെയോ നമുക്കൊക്കെ തെറ്റുപറ്റി. കഴിഞ്ഞതൊക്കെ മറക്കണം. ബേബി കുഞ്ഞിനെയും കൂട്ടി എന്റെ കൂടെ വരണം. അല്ലെങ്കിൽ മീര അവളുടെ ജീവിതം. ബേബി, ഞാൻ നിന്റെ കാല് പിടിച്ചപേക്ഷിക്കാം, പ്ലീസ്. എന്റെ മോളെ കിട്ടിയാൽ മീരയുടെ അസുഖം മാറുമെങ്കിൽ ഇതാ കൊണ്ടുപോയിക്കോളൂ. ഇല്ല ബേബി, ബേബിയും വരണം. ഇനി എന്റെ പെങ്ങൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കും. ബേബി വരില്ലേ? തിരിഞ്ഞിരിക്കാൻ. അയ്യോ, എന്റെ കുഞ്ഞിന്റെ മോൻ കാണുന്നില്ല. കുറച്ചുകൂടി മുഖം ഈ വശത്തേക്കാക്ക്. കറക്റ്റ്. അമ്മയുടെ മോളെ തിരിച്ച് വീട്ടിക്ക്. അമ്മയുടെ മോളെ. ഇനി വേറൊരു ബസ് എടുക്കാം. റെഡി? നീ മോളെ എങ്ങനെ പിടിച്ചാൽ എങ്ങനെയാ? എന്റെ മോളെ അടുപ്പിച്ച് പിടിച്ചേ പ്രിയ. കുറച്ചുകൂടെ കുറച്ചുകൂടെ കുറച്ചുകൂടെ. മതി. പ്ലീസ് സ്മൈൽ. മോളു സ്മൈൽ. പ്രിയ സ്മൈൽ. തിരിഞ്ഞേക്കപ്പെടാം. സ്മൈൽ. മീര, എന്താ പ്രിയ ഇത്? താഴെ ഫോൺ ബെല്ലടിക്കും. നമുക്ക് പോകാം. ഞാൻ വരുന്നില്ല. എന്റെ മോളെ കുറെ കൂടി വീഡിയോ എടുക്കാനുണ്ട്. വീഡിയോ എടുത്ത് കാണാനാ? പ്രിയ കൂടി കാണിച്ചു തരാട്ടാ. വേണ്ട മീര, നമുക്ക് പോകാം. ഞാൻ വരുന്നില്ല. എന്റെ മോളെങ്കിതാ. നീ വേണേ പൊയ്ക്കോ. പൊക്കോട്ടെ.
നമുക്ക് അമ്മ വീഡിയോ എടുത്തോ കേട്ടോ. എന്റെ മോളെ ഇവിടെ ഇരിക്കും. അങ്ങനെ അനങ്ങാതിരിക്കണേ. മോള് സ്മൈൽ. എന്റെ ചക്കരല്ലേ സ്മൈൽ. മിടുക്കി. അങ്ങനെ തന്നെ അനങ്ങാതിരിക്കേ. സ്മൈൽ സ്മൈൽ. മോളെ, നിന്റെ ബേബിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ മോളെ കാണണ്ടേ നിനക്ക്? മോളെ, ഇത് നിന്റെ കുഞ്ഞാണ്.